നാളത്തെ നിങ്ങൾ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് ചോദ്യം വരിക. ഇവിടെ റിക്കിയുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ് നിങ്ങൾക്ക് എഴുതാന്നുള്ളത്. സോ ഇതുപോലെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതാ പിടിച്ചോ, ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെഡിങ് കൊടുക്കുക, ക്യാരക്ടറിന്റെ ഹെഡിങ് എന്താണോ റിക്കി എന്നുള്ള പേര് കൊടുക്കുക, പ്ലസ് അവൻ ഏത് ആ സ്റ്റോറിയുടെ പേര് കൊടുക്കുക. റോബോട്ട് വിത്ത് വൈറസ് എന്ന ചാപ്റ്റർ കൊടുക്കുക, ആ ചാപ്റ്ററിന്റെ പേര് പ്ലസ് അത് എഴുതിയ ആളുടെ പേര് കൊടുക്കുക ആദ്യത്തെ ലൈനിൽ, പ്ലസ് അതിനുശേഷം അവന്റെ റോൾ എന്താണ്, ഈ ഒരു സ്റ്റോറിയിൽ അവന്റെ റോൾ എന്താണ്, ആരുടെ ഏത് വീട്ടിലാണ്, എന്റെ വീട്ടിലാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വീട്ടിലുള്ള ഒരു മോനാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, അവന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് വേണമെന്നില്ല. പ്ലസ് അവന്റെ ബിഹേവിയർ, അവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. ഏതൊരു ക്യാരക്ടറിന്റെയും ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ബിഹേവിയർ എന്താണെന്നുള്ളത് നന്നായിട്ട് എഴുതി കൊടുക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ. നെക്സ്റ്റ് വൺ, മറ്റു ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇതിൽ നമുക്ക് ആരെ പറയാൻ പറ്റും, അച്ഛനെ പറയാനുള്ള റിലേഷൻഷിപ്പ് പറയാൻ പറ്റും, ആ റോബോട്ടുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവന്റെ ആ ഒരു ക്യാരക്ടർ നമ്മൾ എഴുതിയല്ലോ, ആ ക്യാരക്ടറുമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും ഇൻസ്റ്റൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, എവിടെ ആഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ നിർബന്ധമായിട്ടും ആഡ് ചെയ്യുക. ഇവൻ നല്ല സ്വഭാവമാണെങ്കിൽ ആ നല്ല സ്വഭാവം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ ഉണ്ടായിരിക്കും, അത് മെൻഷൻ ചെയ്യുക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അതിനുവേണ്ടി തന്നെ സൈലം നിങ്ങൾക്ക് ഇതാ ഒരു മാരത്തോൺ വെക്കാൻ പോകണം. ഇതുപോലെ എന്തൊക്കെ ഡിസ്കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. മാരത്തോൺ മിസ് ചെയ്യരുത്. കൃത്യം 7 മണിക്ക് നമുക്ക് സെറ്റ് ആക്കും, പവറാക്കും, പവറേഷ് ആക്കും.